ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സോസ, ബിഷം ക്യൂബ്സ്, ചന്ദ്രയാൻ-4, PM വാണി സ്കീം, മേഘദാതു പ്രൊജക്റ്റ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ US വിസിറ്റ് നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ US നടത്തിയിട്ടുള്ള വിസിറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ഇന്ത്യയും US കൂടി ചേർന്നിട്ട് ഇന്നലെ 2 പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തതായിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 എഗ്രിമെൻറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെൻ്റ് ആണ്. രണ്ടാമത്തത് ഈ ലിയാസൺ ഓഫീസേഴ്സിനെ അസൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ SOSയെ കുറിച്ച് അല്ലെങ്കിൽ സോസയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ലീഗലി ബൈൻഡിങ് അല്ലാത്ത ഒരു ട്രീറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ US-ൻ്റെയോ മുകളിൽ ഇത് ലീഗലി ബൈൻഡിങ് അല്ല, പകരം വളണ്ടറിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റിനകത്ത് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫൻസ് സെക്ടറിനകത്ത് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് സപ്ലൈ ഡിസ്റപ്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ US മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് US ഈ പറയുന്ന ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ സർവീസസോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് US-ന് ഒരു പ്രയോറിറ്റി ഡെലിവറി കൊടുക്കും. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവർക്കുള്ള ഡെലിവറി ഫസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ US-ൽ നിന്ന് ഇന്ത്യ ഇത്തരത്തിലുള്ള വെപ്പൺസ് അല്ലെങ്കിൽ ഗുഡ്സ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് US കമ്പനീസ് ഇന്ത്യക്കും ഒരു പ്രയോറിറ്റി ഡെലിവറി നൽകും. അപ്പോൾ ഇതാണ് ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിഫൻസ് സെക്ടറിനകത്ത് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനകത്ത് സപ്ലൈ ഡിസ്റപ്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് US ഈ ഒരു എഗ്രിമെന്റ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ എഗ്രിമെന്റ് US-ഉമായിട്ട് സൈൻ ചെയ്യുന്ന 18ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ട് മാറുന്നൊരു സാഹചര്യം വരും. അതായത് ഇപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് സൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇനി സൈൻ ചെയ്യാൻ പോകുന്ന, അതായത് ഇപ്പോൾ നിലവിൽ ഡിസ്കഷനിലിരിക്കുന്ന മറ്റൊരു എഗ്രിമെന്റ് ആണ് റെസിപ്രോക്കൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എഗ്രിമെന്റ് അല്ലെങ്കിൽ RDP എന്ന് പറയുന്നത്. ഈ റെസിപ്രോക്കൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എഗ്രിമെന്റ് അത് വൺസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് ലീഗലി ബൈൻഡിങ് ആയിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന SOSA എന്ന് പറയുന്ന ഈ എഗ്രിമെന്റ് ഇപ്പം നിലവിൽ ലീഗലി ബൈൻഡിങ് അല്ല, പക്ഷേ ഈ RDP സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന 2 രാജ്യങ്ങളെയും റെസിപ്രോക്കൽ നേച്ചറിൽ അല്ലെങ്കിൽ പരസ്പര ധാരണയോട് കൂടിയിട്ട് റെസിപ്രോക്കൽ ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു പ്രയോറിറ്റി ഡെലിവറി ഓഫ് ഡിഫൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർ ചെയ്യാൻ ഇത് സഹായിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഈ SOSA എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് US-ൻ്റെ സൈഡിൽ നിന്ന് US ഗവൺമെന്റ് നമുക്ക് ഇന്ത്യക്ക് ഒരു US ഡിഫൻസ് പ്രയോറിറ്റീസ് ആൻഡ് അലോക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ കീഴിൽ ഇന്ത്യക്ക് ഈ പറയുന്ന പ്രയോറിറ്റി ഡെലിവറി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു അഷുറൻസ് അവർ മേക്ക് ചെയ്യും. ഓക്കെ, അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് അതിന്റെ പ്രോഗ്രാം ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ US-ലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ ഒരു റേറ്റിംഗ് ഓതറൈസേഷനും ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു SOSA എഗ്രിമെന്റിന്റെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഇൻഡസ്ട്രി കോഡ് ഓഫ് കണ്ടക്ട് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയിലെ കമ്പനീസ് വളണ്ടറിലി എന്ത് ചെയ്യണം, ഈ പറയുന്ന US-ന് പ്രയോറിറ്റി ഡിഫൻസ് സപ്ലൈസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ഡെലിവറി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള എഫേർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ കമ്പനീസ് വളണ്ടറിലി തയ്യാറാവണം, സ്വമേധയാ തയ്യാറാവണം. കാരണം ഇത് ലീഗലി ബൈൻഡിങ് അല്ലാത്തതുകൊണ്ടാണ് ഇത് വളണ്ടറിലി തയ്യാറാവണമെന്ന് പറയുന്നത്. ഇനി ഈ എഗ്രിമെന്റിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഏറ്റവും അധികം വെപ്പൺസ് പർച്ചേസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് US എന്ന് പറയുന്നത്. ട്രഡീഷണലി ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഡിഫൻസ് സപ്ലയർ എന്ന് പറയുന്നത് റഷ്യ ആയിരുന്നു, പണ്ട് അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് US ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഈ കുറച്ച് കാലങ്ങളായിട്ട് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും അധികം ഡിഫൻസ് മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസിലേക്കാണ്. അപ്പോൾ യു എസിലേക്ക് നമ്മൾ കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ വെപ്പൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സബ് സിസ്റ്റംസ് ഒക്കെയാണ്. ഇന്ത്യയിലുള്ള പല കമ്പനീസും വലിയ രീതിയിൽ യു എസിലേക്ക് ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് സബ് സിസ്റ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് പാർട്ട്ണറാണ് യു എസ് എന്ന് പറയുന്നത്. അപ്പോൾ യു എസുമായിട്ട് ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബിഷൻ ക്യൂബ്സിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യുക്രൈനിൽ നടത്തിയിട്ടുള്ള ഒരു വിസിറ്റിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അത് ഈ ഹിന്ദുവിലാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിസിറ്റിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ഈ യുദ്ധം ഫേസ് ചെയ്യുന്ന യുക്രൈന് അവരുടെ ഈ പറയുന്ന ഡിസാസ്റ്റർ ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രോമാ കെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു 4 ബിഷം ക്യൂബ്സ് ഒരു എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ യുക്രൈന് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 6 ഈ ബിഷൻ ക്യൂബ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബിഷൻ ക്യൂബ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്നാണ്. ഇത് നേരത്തെ ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പ്രൊജക്റ്റ് ബിഷം എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊജക്റ്റ് ബിഷം എന്നുള്ള പേരിലാണെങ്കിലും ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഹോസ്പിറ്റൽസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിന് മുമ്പ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ അയോധ്യയിലെ റാം ടെമ്പിളിൻ്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് അവിടെ ഇത്തരത്തിൽ ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യമായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇത് മൊബൈൽ ഹോസ്പിറ്റൽസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ബിഷം ക്യൂബ് എന്ന് പറയുന്നത് 200 കാഷ്വാലിറ്റീസ് വരെ അല്ലെങ്കിൽ 200 രോഗികൾ വരെ ചികിത്സിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മൊബൈൽ ഹോസ്പിറ്റൽസ് ആണ് ഇത് ഓരോന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് പ്രൊജക്റ്റ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഫേസ് ചെയ്യുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാരണം നേരിടുന്ന ഹെൽത്ത് എമർജൻസീസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. ആ പ്രൊജക്റ്റ് ആരോഗ്യ മൈത്രിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ യുക്രൈനും ഈ ഒരു ബിഷം ക്യൂബ്സ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യൂബ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിലി ട്രാൻസ്പോർട്ടബിൾ ആയിട്ടുള്ള മോഡുലാർ ഡിസൈനുള്ള ക്യൂബ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ക്യൂബിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഇൻഡിവിജ്വൽ ചെറിയ ക്യൂബ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം മാത്രമാണ് ഒരു ഇൻഡിവിജ്വലിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന സൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഈ പറയുന്ന ഇൻഡിവിജ്വലിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിനകത്ത് 200 ആൾക്കാരെ ചികിത്സിക്കാൻ പറ്റുന്നല്ല പറയുന്നത്. ഈ പറയുന്ന 20 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഈ ക്യൂബുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള 36 മിനി ക്യൂബുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഒരു മദർ ക്യൂബ് ആക്കി മാറ്റുന്നത്. ഇത്തരത്തിലുള്ള 2 മദർ ക്യൂബുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ബിഷം ക്യൂബായിട്ട് മാറുന്നത്. അപ്പോൾ അത് ഈസിലി ട്രാൻസ്പോർട്ടബിൾ ആണ്, മോഡുലാർ ഡിസൈൻ ആണ്. ഇപ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ട്രാൻസ്പോർട്ട് മോഡിലൂടെ എയർ, സീ, ലാൻഡ്, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇതിൻ്റെ മിനി ക്യൂബുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് പിന്നീട് അസംബിൾ ചെയ്യാനും പറ്റും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ബിഷം ക്യൂബിൻ്റെ കേസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ചന്ദ്രയാൻ 4 മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചന്ദ്രയാൻ 4 മിഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം ഇന്ത്യയുടെ സ്പേസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 2027 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ അടുത്ത ലൂണാർ മിഷൻ ആയിട്ടുള്ള ചന്ദ്രയാൻ 4 നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു കാര്യം ഈ ISRO ചെയർമാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചന്ദ്രയാൻ 4നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചന്ദ്രയാൻ 4 മിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഡിസൈൻ സ്റ്റേജ് ഒക്കെ ഫൈനലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിസൈൻ സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 2027 പ്രോബബിളി 2027 നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണെന്ന് മനസ്സിലാക്കുക. അതായത് മൂണിൻ്റെ സർഫസിൽ നിന്ന് റോക്സും അതുപോലെ തന്നെ അവിടുത്തെ ഡസ്റ്റും പോലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പ് സോയിലും പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണ് ഈ ചന്ദ്രയാൻ 4 മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രയാൻ 4 മിഷൻ എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷനാണ്. കാരണം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ചന്ദ്രയാൻ 3 ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഒരു റോബോട്ടിക് ആയിട്ടുള്ള ലാൻഡറും റോവറും ഒക്കെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യിച്ച് അവിടെ
എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതങ്ങനെ ലാൻഡ് ചെയ്യിച്ചാൽ മാത്രം പോരാ, അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യണം. ആ കളക്ട് ചെയ്ത സാമ്പിൾസ് ഈ പറയുന്ന ഒരു മദർഷിപ്പ് ഉണ്ടാവും, അതായത് ഈ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന, ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാവും. ആ സ്പേസ് ക്രാഫ്റ്റിലേക്ക് ചന്ദ്രന്റെ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ മൂണിന്റെ സർഫസിൽ നിന്ന് ഈ സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ഈ ഒരു വെഹിക്കിളിനകത്താക്കിയിട്ട് അത് മൂൺ സർഫസിൽ നിന്ന് ലോഞ്ച് ചെയ്ത് ഈ പറയുന്ന മദർഷിപ്പിൽ എത്തിച്ചിട്ട് അവിടുന്ന് പിന്നീട് നമ്മുടെ എർത്തിലേക്ക് എത്തിക്കണം. ഒരു റീ എൻട്രി വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് എർത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡോക്കിംഗ് പോലുള്ള, സ്പേസ് ഡോക്കിംഗ് പോലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാനുവേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്താൽ മാത്രമേ ഈ മിഷൻ സക്സസ്ഫുൾ ആകാൻ പറ്റൂ. അപ്പോൾ ഇത് ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 3 മൊഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതിനകത്ത് 5 സെപ്പറേറ്റ് മൊഡ്യൂൾസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് ഒരു റീ എൻട്രി വെഹിക്കിൾ ഉണ്ടാവും. റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ചന്ദ്രനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് നമ്മുടെ എർത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റീ എൻട്രി വെഹിക്കിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പേസ് ഡോക്കിംഗ് പോലുള്ള മാനുവേഴ്സ് ഇതിനകത്ത് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പേസ് ഡോക്കിംഗ് ഒന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടില്ലാത്ത, ഈ ISRO ഇതുവരെ നടത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വർഷം ഇപ്പോൾ നവംബറൊക്കെ ആകുമ്പോഴേക്കും ഒരു സ്പെയ്ഡെക്സ് മിഷൻ അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇതിന്റെ പരീക്ഷണങ്ങളൊക്കെയാണ്, ഈ സ്പേസ് ഡോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് ഈ സ്പെയ്ഡെക്സ് മിഷനകത്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഈ പറയുന്ന ചന്ദ്രയാൻ 4 മിഷന്റെ മുന്നോടിയായിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിൽ ഈ ചന്ദ്രയാൻ 4 മിഷൻ നമുക്ക് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ അമേരിക്ക, അതായത് USA, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ 3 രാജ്യങ്ങൾക്ക് ശേഷം മൂൺ സാമ്പിൾസ് റിട്ടേൺ ചെയ്യുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്ന് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ഇത്തരത്തിൽ മൂൺ സാമ്പിൾസ് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് 3 രാജ്യങ്ങൾ മാത്രമാണ്. അതിൽ ആദ്യത്തേത് USA ആണ്. അവരുടെ ആദ്യത്തെ മാൻഡ് ലൂണാർ മിഷൻ ആയിരുന്ന അപ്പോളോ 11ലാണ് 1969 ഇവരിത് അച്ചീവ് ചെയ്യുന്നത്. പിന്നീട് അപ്പോളോ 12 ഇതിന്റെ 11 തൊട്ട് 17 വരെയുള്ള ഒരു സീരീസ് ഓഫ് ഹ്യൂമൻ മൂൺ ലാൻഡിംഗ് മിഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ അവർ ഈ പറയുന്ന ലൂണാർ സാമ്പിൾസ് അല്ലെങ്കിൽ മൂൺ സാമ്പിൾസ് ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇത്തരത്തിൽ മൂൺ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പിൾ റിട്ടേൺ മിഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ അത് ചെയ്യുന്നത് 1970 അവരുടെ ലൂണ 16 എന്ന് പറയുന്ന മിഷനിലൂടെയാണ്. പിന്നീട് ഈ ലൂണ 16 ശേഷവും അവർ ഇത്തരത്തിലുള്ള ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവർ ആദ്യമായിട്ട് അത് ചെയ്യുന്നത് ഈ ലൂണ 16ലൂടെയാണ്. ഈ ലൂണ 16ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ USA ഈ മൂൺ സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത് മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയിട്ട് അവരായിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ, ഈ ലൂണ 16 എന്ന് പറയുന്നത് മനുഷ്യരെ ഇറക്കാതെ അതൊരു റോബോട്ടിക് മിഷൻ ആയിരുന്നു. അപ്പോൾ ലോകത്തിൽ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു റോബോട്ടിക് മിഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ട്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ മൂൺ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുള്ള രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. പിന്നെ അത് ചെയ്തിട്ടുള്ളത് ചൈനയാണ്. കഴിഞ്ഞൊരു 40 വർഷത്തിന് അകത്ത് ഇത്തരത്തിൽ ലൂണാർ സാമ്പിൾസ് റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണ്. അവരത് ആദ്യം അച്ചീവ് ചെയ്യുന്നത് 2020 നടത്തിയിട്ടുള്ള ഒരു ചാങ്ഗെ 5 എന്ന് പറയുന്ന മിഷനിലൂടെയാണ്. ഇപ്പോൾ ഈ 2024 ചാങ്ഗെ 6 എന്ന് പറയുന്ന മിഷനിലൂടെ മൂണിന്റെ ഫാർ സൈഡിൽ നിന്ന്, നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത സൈഡിൽ നിന്നും ചൈന ഇത്തരത്തിൽ ലൂണാർ സാമ്പിൾസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ചൈനയാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾക്ക് ശേഷം ഈ ചന്ദ്രയാൻ 4 സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM വാണി സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ PM വാണി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 17 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PM വാണി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ 2020 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പബ്ലിക്കിന് ഇന്ത്യയിൽ ഉടനീളം അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലുമാണ്. ഓക്കെ, സോ ഈ റൂറൽ ഏരിയാസിലും റിമോട്ട് ഏരിയാസിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം എല്ലാ ആളുകൾക്കും ഈ പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പക്ഷേ ഒരിക്കലും ഇത് റൂറൽ ഏരിയാസിലും റിമോട്ട് ഏരിയാസിലും മാത്രമാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കരുത്. അവിടെയാണ് നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ സ്കീം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകൾ ഇന്ത്യയിൽ ഉടനീളം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്
ഈ ഒരു പദ്ധതി നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പ്രൈം മിനിസ്റ്റർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ ഈ പറയുന്ന പദ്ധതി അതുകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഡാറ്റ ഓഫീസേഴ്സ് ഉണ്ടാവും. അവരാണ് ഈ വൈഫൈ ആക്സസ് പോയിന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഓപ്പൺ ആർക്കിടെക്ചർ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഈ വൈഫൈ ആക്സസ് പോയിന്റുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡേഴ്സിന് അവരുടെ സർവീസസ് പബ്ലിക്കിന് ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിന് ഇഷ്ടമുള്ള സർവീസസ് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി PM വാണി എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 പാർട്ടുകളാണ് ഈ പദ്ധതിയുടെ എക്കോസിസ്റ്റത്തിനകത്തുള്ളത്. ഒന്നൊരു പബ്ലിക് ഡാറ്റ ഓഫീസസ് അല്ലെങ്കിൽ PDO ഉണ്ടാവും. അതുപോലെ തന്നെ പബ്ലിക് ഡാറ്റ ഓഫീസ് അഗ്രിഗേറ്റർ PDOA ഉണ്ടാവും. ആപ്പ് പ്രൊവൈഡർ ഉണ്ടാവും. അതുപോലെ തന്നെ സെൻട്രൽ രജിസ്ട്രി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഈ പബ്ലിക് ഡാറ്റ ഓഫീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഏരിയയിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളുകളാണ് പബ്ലിക് ഡാറ്റ ഓഫീസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു ലോക്കൽ ഷോപ്പോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു കച്ചവടം നടത്തുന്ന ഒരു സ്ഥാപനം എന്തോ ആവും. അപ്പോൾ അത്തരത്തിലുള്ള പബ്ലിക് ഡാറ്റ ഓഫീസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആളാണ്. സോ അപ്പോൾ ഈ പബ്ലിക് ഡാറ്റ ഓഫീസ് എന്ന് പറയുന്ന അവരാണ് ഈ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിലൂടെ ഈ യൂസേഴ്സിന് ഇന്റർനെറ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പബ്ലിക് ഡാറ്റ ഓഫീസേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പ്രത്യേകിച്ച് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ലൈസൻസ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് പബ്ലിക് ഡാറ്റ ഓഫീസ് അഗ്രിഗേറ്റർ ആണ്. ഇത് ബേസിക്കലി പബ്ലിക് ഡാറ്റ ഓഫീസേഴ്സിന്റെ ഒരു അഗ്രിഗേറ്റർ ആണ്. പബ്ലിക് ഡാറ്റ ഓഫീസ് അഗ്രിഗേറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓതറൈസേഷൻ, അക്കൗണ്ടിങ് പോലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നത് ഇവരാണ്. പിന്നെ അടുത്തത് ആപ്പ് പ്രൊവൈഡർ ആണ്. ആപ്പ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂസേഴ്സിന് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വാണി കംപ്ലൈന്റ് വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനും, നിയർ ബൈ ഏരിയാസിലുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് ആപ്പ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. പിന്നെ ഒരു സെൻട്രൽ രജിസ്ട്രി ഉണ്ടാവും. സെൻട്രൽ രജിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് ആണ് ഈ സെൻട്രൽ രജിസ്ട്രി ഓവർസീ ചെയ്യുന്നത്. ബേസിക്കലി ഈ ആപ്പ് പ്രൊവൈഡേഴ്സിന്റെയും PDOസിന്റെയും OASന്റെ ഒക്കെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ സെൻട്രൽ രജിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കോമ്പോണൻസ് അല്ലെങ്കിൽ ഈ 5 എലമെന്റ്സ് ഉൾപ്പെടുന്നതാണ് PM വാണി എക്കോസിസ്റ്റം. ഈ 4 കോമ്പോണൻസ് അല്ലെങ്കിൽ 4 എലമെന്റ്സ് കൂടിച്ചേരുന്നതാണ് ഈ PM വാണി എക്കോസിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മേഘധാതു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഈ മേഘധാതു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 5-നകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മേഘധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഈ ഗോഡ്സ് ലീപ്പ് എന്നാണ്. അത് ബേസിക്കലി ഈ പറയുന്ന കാവേരി റിവറും അതിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള അരക്കാവതിയും കൂടിച്ചേരുന്ന കോൺഫ്ലുവൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡീപ്പ് ഗോർജ് ആണ്, ഒരു വലിയൊരു കുഴിയാണെന്ന് മനസ്സിലാക്കുക. അതിനെയാണ് മേഘധാതു എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഘധാതു പ്രൊജക്ട് എന്ന് പറയുന്നത് അവിടെ കർണാടക ഗവൺമെന്റ് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, അതായത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് ആണ് മേഘധാതു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു ബാലൻസിങ് റിസർവോയർ ആണ് പ്രധാനമായിട്ടുള്ളത്. ഈ കർണാടകക്കകത്തുള്ള രാംനഗര ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്ന ഒരു കനകാപുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ബാലൻസിങ് റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരു സിറ്റിയിലേക്കും അതിന്റെ നിയർ ബൈ ഏരിയാസിലേക്കും ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ കൂടെ ഒരു 400 മെഗാവാട്ട് പവർ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ കാവേരി റിവറിന്റെ സ്വാഭാവിക ഫ്ലോനെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് ഈ കാവേരി ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയിലൊക്കെ വിധിയുടെ വയലേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ഇതിനെ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.